ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലെയേർഡ് ഫ്രോക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്ന് കാണിക്കാനാണ്. ആദ്യം ഞാൻ യോക്ക് പാർട്ട് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ യോക്ക് ലെങ്ത്ത് മെഷർ ചെയ്യുക. യോക്ക് ലെങ്ത്ത് 10 ആണ് വേണ്ടത്. തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഷോൾഡർ മെഷർ ചെയ്യുക. ഈ നെക്ക് ലെങ്ത്ത് മെഷർ ചെയ്യുന്നു. നെക്ക് ലെങ്ത്ത് എനിക്ക് 2 ഇഞ്ചസ് ആണ് വേണ്ടത്. അടുത്തത് നെക്ക് വിഡ്ത്താണ്. ഞാൻ ഫ്രണ്ട് നെക്ക് ഞാൻ 3 ഇഞ്ചസും ബാക്ക് നെക്ക് ഞാൻ 2.5 ഇഞ്ചസും ആണ് എടുത്തിട്ടുള്ളത്. അടുത്തത് ആം ഹോൾ അടയാളപ്പെടുത്തുന്നു. ആം ഹോൾ അടയാളപ്പെടുത്തിയ ശേഷം ചെസ്റ്റ് വിഡ്ത്ത് ഞാൻ മെഷർ ചെയ്യുന്നു. ചെസ്റ്റ് വിഡ്ത്ത് എനിക്ക് 7.5ഉം പിന്നെ ബോട്ടം ലെങ്ത്താണ്. ബോട്ടം ലെങ്ത്ത് 7 ഇഞ്ചസുമാണ് എനിക്ക് ആവശ്യം. ഇത് രണ്ടും മെഷർ ചെയ്തതിന് ശേഷം ഞാൻ അത് 2 ആം ഹോളും ബോട്ടം ലെങ്ത്തും കൂടി യോജിപ്പിച്ചു. ഇനി നെക്ക് പാർട്ടും ആം ഹോൾ പാർട്ടും നമ്മൾ ചെറുതായിട്ട് ഒരു കർവ് വരച്ചു കൊടുക്കുന്നു. 4 to 5 ഏജസിലുള്ള കിഡ്സിൻ്റെ യോക്ക് പാർട്ട് മെഷർമെൻറ്റ്സ് ആണിത്. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഞാൻ കൊടുക്കാവുന്നതാണ്. അതിനായി വീഡിയോ ഫുൾ കാണുക. ഞാൻ ബാക്ക് നെക്ക് അടയാളപ്പെടുത്തിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ബാക്ക് നെക്ക് 2.5 ഇഞ്ചസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ബോട്ടം ലെങ്ത്തിൻ്റെ അവിടെ ഒന്ന് 1/2 സെൻറ്റിമീറ്ററിലൊന്ന് ചെരിച്ച് കട്ട് ചെയ്യാം. ഇനി ഞാൻ ലെയേർഡ് പാർട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. എനിക്ക് വേണ്ടത് 3 ലെയേഴ്സാണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന മെഷർമെൻറ്റ്സ് ഇവിടെ കാണിക്കാം. വേസ്റ്റ് ലെങ്ത്തിനെ നമ്പർ ഓഫ് ലെയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലെയർ ലെങ്ത്ത് കിട്ടും. 7 ഇഞ്ചസാണ്. ഈ 7 ഇഞ്ചസാണ് 3 ലെയേഴ്സിനും ആവശ്യമായിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് വേസ്റ്റ് ലെങ്ത്തിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയറിന് വേസ്റ്റ് ലെങ്ത്തുമായി ആഡ് ചെയ്യുക. തേർഡ് ലെയർ ഇട്ടാൻ വേണ്ടി സെക്കൻഡ് ലെയറിന് വേസ്റ്റ് ലെങ്ത്തുമായി ആഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് മെഷർമെൻറ്റ്സ്. ഇത് നോക്കി വെച്ചാൽ മതി. ഇനി സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യം ഞാൻ ബാക്ക് ഭാഗത്തിന് ഫേസിങ് ചെയ്തു. ഇനി ഫ്രണ്ട് നെക്കിന് ഞാൻ ഫേസിങ് ചെയ്യുകയാണ്. ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ ചെയ്യുക. ഈ 2 ഷോൾഡറും കൂട്ടി സ്റ്റിച്ച് ചെയ്യുക. ഇനി സ്ലീവിന് ഞാൻ പൈപ്പിംഗ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നീളത്തിലുള്ള ഒരു ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലീവിൻ്റെ നല്ല ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം ചീത്ത ഭാഗത്തേക്ക് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി ആ സൈഡ് കൂട്ടി സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ലെയർ കൂട്ടി സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ലെയറിൻ്റെ 2 സൈഡ് ഞാൻ കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. യോക്ക് പാർട്ടിൻ്റെ നല്ല ഭാഗത്തേക്ക് ഫസ്റ്റ് ലെയറിൻ്റെ നല്ല ഭാഗം ഇതുപോലെ ഉള്ളിലോട്ടാക്കി വെക്കുക. ഇനി ഓരോരോ ചെറിയ ലെയർ ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ സെക്കൻഡ് ലെയറും
സ്റ്റിച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ 2 ലെയർ ചെയ്തപ്പോൾ ഉള്ള ലുക്കാണിത്. ഇനി ഒരു ലെയറും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ സെക്കൻഡ് ലെയർ ചെയ്ത പോലെ തന്നെ തേർഡ് ലെയറും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട്. ഇനി ഇതിന് ഞാൻ ഒരു ബോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ബോ ചെയ്യുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ഔട്ട്ഫിറ്റ്. താങ്ക് യു.